നിങ്ങളെ അടുത്തും അകലെയുമായി ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യദേശവാസികൾക്കും വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗ നിമിത്തമായി ഉണ്ടാകുന്ന അനർത്ഥങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ വിമോചനം നേടുവാൻ കഴിയുമെന്നുള്ള സന്ദേശമാണ് ഈ രാവിലെ മുതൽ ഒരു വട്ടം ചെറുപ്പക്കാരായ ദേവദാസന്മാർ ഈ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആധികാരിക സംഭവങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചാൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥകൾ വളരെ പരിതാപകരമായ അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. ദിവസവും നാം പത്രമാധ്യമങ്ങൾ ദ്വാരാ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നതായ വാർത്തകൾ അത് വളരെ നമുക്ക് ഉത്കണ്ഠ ഉളവാക്കുന്നതും നാളേക്കുള്ള ജീവിതം അപ്രകാരമായി തീരുമെന്ന് വളരെ ആശങ്കപ്പെടുന്ന തരത്തിലുള്ള വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു: അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നോർക്കാം. മനുഷ്യ സസ്നേഹികളും ദിവ്യാഗ്രഹികളും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ ഉഗ്രന്മാരും ആയിത്തീരുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ഒരു 10 വർഷം മുൻപ് നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സംഭവങ്ങൾ ഇന്ന് നമ്മുടെ ദേശത്തെ നടമാടിക്കൊണ്ടിരിക്കുന്നു. അമ്മയപ്പന്മാരെ വെട്ടിക്കൊല്ലുന്ന കുഞ്ഞുങ്ങൾ, പോറ്റു വളർത്തുന്ന കുഞ്ഞുങ്ങളെ യാതൊരു കരുണയും കൂടാതെ കൊല്ലുവാൻ തയ്യാറാകുന്ന, അല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഉപേക്ഷിക്കുന്ന മാതാക്കൾ, അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടമാടുകയാണ്. ഇതിന്റെ പിന്നിലെ കാരണങ്ങളെ അന്വേഷിച്ച് നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിമിത്തമുള്ള മാനസിക നില തകർന്നവരായിട്ടാണ് ഈ ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ അനേക ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുണ്ട്. മദ്യപാനത്തിലുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ നിന്നും അതിനെ ആസക്തിയിൽ നിന്നും വിടുവിക്കുവാൻ അതിനുവേണ്ട മരുന്നുകൾ കൊടുക്കുന്ന അനേക ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തെ ധാരാളം നിയമങ്ങളുണ്ട്. നമ്മുടെ ദേശത്തെ ധാരാളം നിയമപാലകരുണ്ട്. എന്നാൽ ഇവയെല്ലാം ഉള്ളപ്പോൾ തന്നെ നാൾക്കുനാൾ നമ്മുടെ രാജ്യത്തെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗങ്ങൾ കൂടുകയും തന്നിമിത്തമായിരിക്കുന്നതായ ദുരന്തങ്ങളും കൊലപാതകങ്ങളും മറ്റ് സംഭവങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ വിധത്തിൽ ഇതിലേക്ക് അടിമകളായി തീരുവാനുള്ള കാരണം? ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ് ഇതിനെല്ലാം കാരണമായി തീരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്പദിവസത്തെ വേദചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഈ വാക്യത്തിലെ 3 പ്രധാന വാക്കുകൾ അത് നിങ്ങളോട് അല്പമായി വിശകലനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മനുഷ്യൻ. മനുഷ്യൻ എന്ന പദമെന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു പദമാണ്. മനനം ചെയ്യുവാൻ കഴിവുള്ളവനെന്ന അർത്ഥത്തിലാണ് അവനെ മനുഷ്യനെ വിളിക്കുവാൻ ഇടയായിത്തീരുന്നത്. മനുഷ്യോൽപത്തിയെക്കുറിച്ച് ഏറ്റവും വിശ്വസനീയമായിരിക്കുന്നതായ വിവരണം നൽകുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിളാണ്. ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കുകയും
ദൈവത്തിന്റെ ശ്വാസം അവനിൽ ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീരുവാനും ഇടയായി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതേ, ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മണിമകുടമായിരിക്കുന്ന, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സൃഷ്ടി തന്നെയാണ് മനുഷ്യൻ. മനുഷ്യന്റെ ദുഷ്ടനാശക്തിയും അവന്റെ കഴിവുകളും അത് സ്തോത്രം സീമാതീതമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആധുനിക ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾ അവനെ ചൊവ്വയിൽ വരെ എത്തിക്കുവാനിടയായി തീർന്നു. അതിനപ്പുറത്തേക്ക് പോകുവാൻ, അവിടെയും അവിടെ പോയി താമസം ചെയ്യുവാൻ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം മനുഷ്യൻ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടുപിടുത്തങ്ങൾ അത്രമാത്രം അവനെ ഉച്ചസ്ഥായിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്നാൽ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ, അവന്റെ ഡെവലപ്മെന്റ്സ്, അവന്റേതായ ഉയർച്ചകൾ അത് വളരെ ഉയർച്ച ഉള്ളതാണെങ്കിലും ഇതുവരെ മനുഷ്യനെ എത്തിച്ചേരുവാൻ കഴിയാത്ത, കണ്ടുപിടിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവനെ ജയിച്ചെടുക്കാൻ കഴിയാത്ത ഒരു മേഖലയാണുള്ളത്. അതാണ് മരണമെന്ന് പറയുന്നത്. അവന്റെ വൈദ്യശാസ്ത്രത്തിൽ അവനെ ഒത്തിരി വിജയക്കൊടി പാറിക്കുവാനിടയായി തീർന്നു. മനുഷ്യന്റെ അവയവങ്ങൾ വരെ മാറ്റിവെക്കാൻ കഴിയുന്ന തരത്തിൽ അവന്റെ ടെക്നോളജി അവനെ വളർത്തുവാൻ ഇടയായി തീർന്നുവെങ്കിലും മരണത്തെ ജയിക്കുവാൻ ഇതുവരെ അവനെ കഴിഞ്ഞിട്ടില്ല. മരണം എന്ന് പറയുന്നത് പണ്ഡിതനാണെങ്കിലും പാവരനാണെങ്കിലും, പണമുള്ളവനോ അതോ പണമില്ലാത്തവനെന്നോ ഭേദം കൂടാതെ, വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ ഭേദം കൂടാതെ, കുലശ്രേഷ്ഠനെന്നോ കുലഹീനനെന്നോ ഉള്ള ആ ഭേദമില്ലാതെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലായിരിക്കുന്നവരെയും ഒരുപോലെ തേടിയെത്തുന്ന ക്ഷണിക്കാത്ത രഥിയായി മരണം മനുഷ്യന്റെ ജീവിതത്തിൽ കുടികൊള്ളുകയാണ്, ആധിപത്യം ചെലുത്തുകയാണ്. മരണത്തെ മാറ്റിവെക്കുവാൻ, മരണത്തെ ജയിക്കുവാൻ മനുഷ്യനെ പല പദ്ധതികൾ അവൻ ആവിഷ്കരിച്ചു. പക്ഷേ അതെല്ലാം അവനെ പരാജയത്തിൽ കലാശിക്കുവാനിടയായി തീർന്നു. അങ്ങനെ മനുഷ്യനെ മരണത്തെ മാത്രം ജയിക്കുവാൻ കഴിയാത്തവനായി ആ അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ ഇതാ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. മരണങ്ങളെല്ലാം അവസാനിക്കുമെന്ന് പലരും പറയുന്നു, പലരും വിശ്വസിക്കുന്നു. മരണമാണ് എല്ലാത്തിന്റെയും അവസാനം, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നല്ല, മരണം ഒന്നിന്റെയും അവസാനമല്ല, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. മരണത്തിനപ്പുറത്ത് നാം എല്ലാവരും ഒരു ന്യായവിധിയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനതക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് തിരുവചനം പറയുന്നു. ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് അതെത്രമാത്രമായിരുന്നാലും അത് എപ്രകാരം ചെലവഴിച്ചുവെന്ന് ഒരു ദിവസം നാം കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ദൈവവചനം പറയുന്നു. ബൈബിളിലോട് വിലത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ അതിന്റെ 20-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ വലിയൊരു വെള്ളസിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഭൂമിയും ആകാശത്തിന്റെ മുമ്പിൽ ഓടിപ്പോയി. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. ഓരോരുത്തർക്കും പുസ്തകത്തിൽ എഴുതിയിരുന്നിടത്തുവണ്ണം അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധിയുണ്ടായി. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പകയിൽ തള്ളിയിടും. ഇന്ന് പകൽക്കാലം നിങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് നിങ്ങൾക്ക് പറയാനുള്ളത്, ഈ ലോകത്തിൽ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. എന്നാൽ അതിനപ്പുറത്തെ ഒരു നിത്യമായ ജീവിതം മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ലോകത്തിൽ നാം എപ്രകാരം ജീവിക്കുന്നു എന്നുള്ളത് അവിടേക്ക് പോകാനുള്ളതായ ഒരു കാരണമായി ഭവിക്കുമെന്നുള്ളത് ഇന്ന് പകലിൽ നാം ഓർക്കേണ്ടതുണ്ട്. സ്തോത്രം. മരണത്തിനപ്പുറത്തെ ആ ന്യായവിധിയെ അഭിമുഖീകരിക്കാതിരിക്കുവാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം ന്യായവിധിക്കുമെന്ന് പറയുമ്പോൾ ദൈവത്തിന് ന്യായവിധിക്കുവാനുള്ള ഒരു അധികാരം ലഭിക്കുവാൻ ഒരു കാരണമുണ്ട്. കാരണം ദൈവം ഒരു രക്ഷാപദ്ധതി മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ് ന്യായവിധിയും ഒരുക്കി വെച്ചത്. ദൈവം ഒരു പദ്ധതി ഒരുക്കിയില്ലായിരുന്നെങ്കിൽ ദൈവത്തിന് ഒരിക്കലും മനുഷ്യനെ ന്യായീകരിക്കുവാൻ അവകാശമില്ലാതാകുമായിരുന്നു. സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ, ന്യായവിധിയിൽ രക്ഷിക്കുവാൻ, നിത്യമരണത്തിൽ രക്ഷിക്കുവാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കി വെക്കുവാൻ ഇടയായി തീർന്നു. അതത്രേ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷാപദ്ധതി. ദൈവരൂപത്തിലിരിക്കെ
ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത മനുഷ്യവേഷത്തിലായി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം കാൽവരി ക്രൂശിൽ ഏറ്റെടുത്തുകൊണ്ട് മരിച്ച് അടക്കപ്പെട്ട മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. സ്തോത്രം. ഈ നിത്യജീവൻ പ്രാപിക്കുവാൻ, മരണത്തിനപ്പുറമുള്ളായ ആ സ്വർഗീയമായ ഭാഗ്യം പ്രാപിക്കുവാൻ അതേ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അതിനുവേണ്ടി വേറെ വലിയ സാമ്പത്തിക മുടക്കങ്ങൾ ആവശ്യമില്ല, മറ്റേതെങ്കിലും കഠിനമായ പ്രയത്നങ്ങളുടെ ആവശ്യമില്ല. മാനവജാതിയുടെ പാപത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ ഏത് വ്യക്തികൾക്കും രക്ഷ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. മണ്ഡലത്തിനപ്പുറമുള്ള നിത്യന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യനും ഇത് മരണത്തെ ജയിച്ചിട്ടില്ല എന്നാൽ അതിലൊരു തിരുത്തുണ്ട്. ഒരുവൻ മരണത്തെ ജയിക്കുവാൻ ഇടയായിത്തീരുന്നു. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ച കർത്താവ് യേശു ക്രിസ്തു അവൻ മൂന്നാം ദിനം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ആ ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്ന പൗലോസ് ഒരിക്കലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമല്ല ഇവിടെ? അതേ പൗലോസ് അതേ മരണത്തെ വെല്ലുവിളിക്കുന്നു. ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്ന് അവൻ എങ്ങനെ വെല്ലുവിളിക്കുവാൻ കാരണമായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നിമിത്തം തനിക്ക് ലഭിച്ച നിത്യജീവൻ മുഖാന്തരമാണ്. അങ്ങനെയെങ്കിലും പകൽക്കാലം സ്തോത്രം, ആമേൻ, മനുഷ്യന് മരണത്തെ ജയിക്കാൻ കഴിയത്തില്ലെന്ന് ലോകം പറയുമ്പോൾ, ശാസ്ത്രം പറയുമ്പോൾ, ഇവിടെ ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത് ഏതൊരു മനുഷ്യനും മരണത്തെ ജയിക്കുവാൻ ഇടയായിത്തീരും. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ കൂടി, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യജീവൻ പ്രാപിക്കുന്നതിൽ കൂടി ഏതൊരു മനുഷ്യനും മരണത്തെ ജയിച്ച് ജയാളിയായി തീരുവാൻ ഇടയായിത്തീരും. അതേ ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടി വരും. അത് ഈ ലോകത്തിൽ സ്തോത്രം പാപം കടന്നു വന്നത് മനുഷ്യൻ മൂലമാണ്. മനുഷ്യന്റെ ലംഘനം മൂലം പാപം കടന്നു വന്നെങ്കിൽ ഏകമനുഷ്യനായ യേശു ക്രിസ്തുവിൽ കൂടി പാപത്തിൻ്റെതായ സ്തോത്രം അത് ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരം വരുത്തിയിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ എവിടെവിടെകളാൽ ശ്രദ്ധിക്കുന്ന, ഭവനത്തിലിരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ അത് വഴിവെക്കിൽ ആയിരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും മരണഭയത്തിൽ ജീവിക്കേണ്ടതില്ല. നിത്യ നരകത്തിൽ നിങ്ങൾക്ക് പോകേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷാപതി സ്വർഗത്തിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ കൂടി ആ ദൈവശക്തി നമ്മിൽ വ്യാപരിക്കുന്നതിൽ കൂടി നിങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന ഏത് വിധമായിരിക്കുന്ന ലഹരിയുടെ അടിമത്തത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ഈ തെരുക്കോണിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ഞങ്ങളെ അതിന് പ്രാപ്തരാക്കുന്നത് ഞങ്ങളുടെ കഴിഞ്ഞ കാലാവസ്ഥകളിൽ, ഭൂതകാലത്തിൽ ഞങ്ങളിൽ പലരും ഇതുപോലെയുള്ള സ്തോത്രം ലഹരികൾക്ക് അടിമകളായി ജീവിച്ചവരായിരുന്നു. എന്നാൽ പല വിധത്തിൽ ദേശത്തിനും കുടുംബക്കാർക്കും മാതാപിതാക്കൾക്കും ഒക്കെ തലവേദനയായി ദേശത്തിന് ഭാരമായി തീർന്ന ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച മൂലം, ഈ രക്ഷ കരസ്ഥമാക്കുവാൻ ഇടയായത് മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുവാൻ ഇടയായിത്തീർന്നു. ആ മിഥ്യാശക്തിയിൽ നിന്ന്, ലഹരിയുടെ ആസക്തിയിൽ നിന്ന് മോചനം നേടുവാൻ ഇടയായത് കൊണ്ട് ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് ഈ വചനം സന്ദേശം നിങ്ങളോട് അറിയിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വിധത്തിൽ മോചനം നേടുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഞങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് ഒരു ദിവസം തലമുടക്കുമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകും.